ये सच्चाई देश के सामने है। ये जो लड़ाई है ये राजनीतिक नहीं है, ये कॉन्स्टिट्यूशन की लड़ाई है, कॉन्स्टिट्यूशन को बचाने की लड़ाई है, वन मैन वन वोट की लड़ाई है। इसीलिए हमें साफ प्योर वोटर लिस्ट चाहिए। ഇത് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. ഒരാൾക്ക് ഒരു വോട്ട് എന്നത് ഉറപ്പിച്ചു നിർത്താൻ, ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം എന്നാണ് അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് നീക്കും മുൻപ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. കിരൺ, ഈ ഒരൊറ്റ പോയിന്റിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ കഴിയുക, ഒരാൾക്ക് ഒരു വോട്ട്, ഇത് ഭരണഘടനയുടെ സംരക്ഷണത്തിന് ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഏത് രാജ്യത്തായാലും ജനാധിപത്യത്തെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമാണ് വൺ മാൻ വൺ വോട്ട് എന്നുള്ളത്. അത് ഇന്ത്യൻ ജനാധിപത്യം രൂപപ്പെടുത്തുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തുന്ന സമയത്ത് തന്നെ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ അടക്കം അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. വോട്ടർ പട്ടിക എന്നത് കൃത്യമായിരിക്കണം. വോട്ടർ പട്ടികയിൽ ഏതെങ്കിലും തരത്തിലുള്ള കളവ് ഉണ്ടാവാൻ പാടില്ല. വോട്ടർ പട്ടികയിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം നടത്താൻ പാടില്ല. വോട്ടർ പട്ടിക ശുദ്ധമായി തന്നെ ഉണ്ടായിരിക്കണം. അത്തരമൊരു ക്ലീൻ വോട്ടർ പട്ടികയാണ്. ഇപ്പോൾ അത്തരമൊരു ക്ലീൻ വോട്ടർ പട്ടിക ഏതെങ്കിലും പാർട്ടികൾക്ക് നൽകുന്നതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഏതെങ്കിലും തടസ്സമുള്ളതല്ല, അങ്ങനെ നൽകേണ്ടതുമാണ്. പക്ഷേ അവർ അത് ഡിജിറ്റൽ വോട്ടർ പട്ടിക നൽകുന്നതിന് പകരം ഒരു ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ അച്ചടിച്ച വോട്ടർ പട്ടികയാണ് നൽകുന്നത്. അങ്ങനെ അച്ചടിച്ച ഒരു വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പിന് അവസാന നിമിഷം നൽകി കഴിഞ്ഞാൽ അത് നോക്കി പരിശോധിച്ച് അതിലെ കള്ള വോട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളത് വലിയ പരിശ്രമം വേണ്ട ഒന്നാണ്. അത് ഒരുപാട് ആളുകൾ ഒരുപാട് പരിശ്രമം നടത്തിയാൽ മാത്രമേ അത്തരം ഒരു കണ്ടെത്തലൊക്കെ നടത്തൂ. അതും പൂർണ്ണമായും കണ്ടെത്താൻ പ്രയാസമാണ്. എന്നാൽ അതൊരു ഡിജിറ്റൽ വോട്ടർ പട്ടികയാണെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പുതിയ AI സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾക്ക് ഒന്നിലേറെ പേര്, ആരുടെയൊക്കെ പേര് ഒന്നിലേറെ സ്ഥലത്തുണ്ട്, ആരുടെയൊക്കെയാണ് വിലാസം പൂർണ്ണമല്ലാത്തത്, ആരുടെയൊക്കെയാണ് വിലാസം കൃത്യമായ പേരുകളല്ലാതെ ചില അക്ഷരങ്ങൾ മാത്രമായിട്ടുള്ളത്, ഇതെല്ലാം വളരെ വേഗത്തിൽ കണ്ടെത്താം. അവസാന നിമിഷത്തിൽ മാത്രം മനുഷ്യർ പരിശോധിച്ചാൽ മതി ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. എത്ര പേർ അങ്ങനെ ഉണ്ട് എന്നെല്ലാം കണ്ടെത്താൻ കഴിയും. അങ്ങനെ വോട്ടർ പട്ടിക ക്ലീൻ ആക്കുക തെരഞ്ഞെടുപ്പ് പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആവശ്യം ഇതാണ്. ന്യായമായ ഒരു ആവശ്യം കൂടിയാണ് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടി കഴിയും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഒരു BJP അടക്കം ഇതിൽ ആരോപണം നിഷേധിക്കുമ്പോൾ പോലും എന്തുകൊണ്ട് ഈ ഡിജിറ്റൽ വോട്ടർ പട്ടിക നൽകുന്നില്ല എന്നതിന് കൃത്യമായ മറുപടി നൽകുന്നതിന് പ്രയാസമുണ്ട്. അല്ലെങ്കിൽ ഡിജിറ്റൽ വോട്ടർ പട്ടിക നൽകിയാൽ എന്താണ് കുഴപ്പം എന്നുള്ള സാധാരണ മനുഷ്യരുടെ അടക്കം സംശയത്തിന് ഇത് ഉത്തരം നൽകുന്നില്ല. അല്ലെങ്കിൽ ഡിജിറ്റൽ വോട്ടർ പട്ടിക നൽകാത്തതിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ BJPക്കോ കേന്ദ്ര സർക്കാരിനോ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്ലസ് പരമാവധി ഉപയോഗിക്കുക എന്നത് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് വേണം കരുതാൻ. അതിലാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു വലിയ ഐക്യം ഉണ്ടായിരിക്കുന്നത്. ഈ ഐക്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം തന്നെയാവും ഇനി തുടർന്ന ദിവസങ്ങൾ നടത്തുക. അതിനുവേണ്ടി തന്നെയാണ് ഇന്ന് രാത്രി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വീട്ടിൽ ഒരു പ്രത്യേക അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഈ മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ MPമാരെയും ക്ഷണിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി ഭാവി പരിപാടികൾ സംബന്ധിച്ച് നേതാക്കൾ തമ്മിലുള്ള ചർച്ചയും ഒക്കെ ഇന്ന് രാത്രി ഉണ്ടാവാൻ സാധ്യതയുമുണ്ട്. ശരി, എന്തായാലും അവിടെ നിന്ന് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നേതാക്കളെയും കൊണ്ടുള്ള പോലീസ് വാഹനത്തിന് വഴിയൊരുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് സമയമായി നമ്മൾ കാണുന്നത് ഡൽഹി ഈ അടുത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിൽ പ്രതിപക്ഷ നേതാക്കൾ ഒറ്റക്കെട്ടായി, പ്രതിപക്ഷ നിരയിലെ പാർട്ടികൾ ഒറ്റക്കെട്ടായി ഒരൊറ്റ കാരണത്തിനും കീഴിൽ അണിനിരക്കുന്ന കാഴ്ചയാണ്. അത് ഭരണഘടനയുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ, ഒരു പൗരൻ, ഒരു വോട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇന്ന് ഈ നേതാക്കൾ ഇവിടെ എത്തിയത്. നേതാക്കളെ വഹിച്ചുള്ള വാഹനം അവിടെ നിന്ന് പോലീസ് വാൻ ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കിരൺ, ഇന്ന് ഒരു ബാനർ പോലുമില്ലാതെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു നിലയ്ക്കാണ് ഇങ്ങനെ ഒരു പോരാട്ടമെങ്കിൽ പോലും മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളിക്കുക, പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി, ഡൽഹിയെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടി ഇത്തരമൊരു കോസിന് കീഴിൽ ആം ആദ്മി പാർട്ടി എത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് പോലും ഇന്ത്യ സഖ്യം തയ്യാറായി എന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ശ്രീജ, ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തു പോയെങ്കിലും അത് അവരുടെ രാഷ്ട്രീയമായ തീരുമാനമാണ്. കോൺഗ്രസുമായി യോജിച്ചു നിൽക്കുന്നത് എത്രത്തോളം ആം ആദ്മി പാർട്ടി ഗുണമുണ്ട് എന്നുള്ള അടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് കടന്നു വന്ന ഒരു പാർട്ടിയാണ്. അവർ ആ തലത്തിൽ തന്നെ വീണ്ടും ശക്തി പ്രാപിക്കാൻ വേണ്ടി ഡൽഹി ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. പക്ഷേ ഈ വിഷയം, വോട്ടർ പട്ടികയുടെ വിഷയം ആം ആദ്മി പാർട്ടിയും നേരത്തെ ഉന്നയിച്ചാണ്. ഡൽഹിയിലെ പല സ്ഥലത്തും ഇത്തരത്തിലേക്കുള്ള വ്യാജ വോട്ടർമാർ ഉണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഒത്താശയോടുകൂടി അത്തരത്തിലേക്ക് വോട്ടർമാരെ ചേർക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ നേരത്തെ അവരും
ഉന്നയിച്ചതാണ്. ഈ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം തന്നെ പല ഘട്ടത്തിലായി ഉന്നയിച്ച ആരോപണത്തിനാണ് ഇപ്പോൾ തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി ഒരു പുതിയൊരു മാനത്തിലേക്ക് അതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടികൾക്കൊന്നും തന്നെ ഈ വിഷയത്തിൽ നിന്ന് പിന്മാറി നിൽക്കാൻ കഴിയില്ല. ഈ പാർട്ടികളിലൊക്കെ ഭാവിയെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. ഇതുവരെ ഉണ്ടായ നഷ്ടങ്ങൾ അതിനപ്പുറത്തേക്ക് ഭാവിയിലായാലും ഈ പാർട്ടികൾക്കെല്ലാം ജയിക്കണമെങ്കിൽ ക്ലീനായ ഒരു വോട്ടർ പട്ടിക വേണം എന്ന് ഈ പാർട്ടികൾ കരുതുന്നു. BJPയുടെ ഭാഗത്തു നിന്ന് ഈ കാര്യത്തിൽ ഏതൊക്കെയോ കള്ളം നടന്നിട്ടുണ്ട് എന്ന് അവർ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ അത്തരമൊരു വാദത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ വിഷയത്തിൽ എന്തായാലും ഈ പാർട്ടികളെല്ലാം തന്നെ യോജിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. ഒരു വഴിക്ക് നിയമ പോരാട്ടം നടക്കുന്നു, മറുവഴിക്ക് ഈ സമരങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇതുവരെ പാർലമെന്റിനുള്ളിലോ അല്ലെങ്കിൽ വാർത്താ സമ്മേളനങ്ങളിലോ മാത്രമായിരുന്നു ഇത്തരം സമരങ്ങളെങ്കിൽ ഇന്ന് രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെയും 21 പ്രധാന പ്രതിപക്ഷ പാർട്ടികളുടെ MP-മാർ പങ്കെടുത്ത 300-അധികം MP-മാർ പങ്കെടുത്ത ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളൊക്കെ പങ്കെടുത്ത ഒരു മാർച്ചാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത്. എല്ലാ പാർട്ടികളും കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ എല്ലാ പാർട്ടികളും ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെല്ലാം പ്രായത്തിലും घबराया हुआ है कि वोट चुने हुए പ്രതിപക്ഷ നേതാക്കളെ ഒന്നാകെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിലേറെ വാഹനത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളെ നീക്കി. വനിതാ MP-മാരൊക്കെ ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ചെറുപ്പക്കാരെ MP-മാർ പലരും ബാരിക്കേഡ് മറികടന്നും പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം MP-മാർ ഈ ഗ്രൂപ്പിലുണ്ട്. ഇവരെയൊക്കെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് അവിടുന്ന് ബസ്സിൽ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ആവണം സാധാരണഗതിയിൽ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ എവിടേക്കാണ് കൊണ്ടുപോയത് എന്ന് കൃത്യമായി അറിയില്ല. എന്തായാലും അവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. സമരം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പകുതിയിലേറെ 3/4 പങ്ക് MP-മാരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കളെ ബസ്സിലേക്ക് കയറ്റാൻ വേണ്ടിയുള്ള അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അദ്ദേഹത്തെ ബസ്സിൽ കയറ്റുന്നില്ല എന്നാണ് തോന്നുന്നത്, അല്ലാതെ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. എന്തായാലും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം MP-മാർ പങ്കെടുത്ത ഒരു വലിയ സമരം കൂടിയാണ് നടന്നത്. ചില MP-മാരൊക്കെ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നും പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഈ പ്രതിഷേധത്തിനിടയിൽ കുഴഞ്ഞ ദേഹാസ്വാസ്ഥ്യമുണ്ടായ ചില MP-മാരെയൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് നീക്കുന്നുണ്ട്. വലിയ പ്രതിഷേധമൊക്കെ നടക്കുമ്പോൾ അതിനിടെ മുദ്രാവാക്യം വിളിച്ചൊക്കെ നിന്ന ചില വനിതാ MP-മാരൊക്കെയാണ് ഈ എടുത്ത് കുഴഞ്ഞു വീണത്. അവരെ അടക്കം അവിടെ നിന്ന് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് MP-മാരെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയും ബസ്സിലേക്ക് തന്നെ അദ്ദേഹത്തിനെ കയറ്റുകയാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും. അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്ത് ബസ്സിലേക്ക് മാറ്റുന്നു. ഫറൂഖ് അബ്ദുള്ള അടക്കമുള്ള നേതാക്കളുമൊക്കെ ഈ സമരത്തിന് ഉണ്ടായിരുന്നു. ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസിന്റെ നേതാവുമായ ഫറൂഖ് അബ്ദുള്ള, ഈ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളും 80 വയസ്സ് കഴിഞ്ഞ രാജ്യത്ത് ഏകദേശം 7 പതിറ്റാണ്ടിൻ്റെങ്കിലും രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കൾ കൂടിയാണ്. അവരെ അടക്കമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. യുവനിരയിൽ നിന്ന് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവും, കേരളത്തിൽ നിന്ന് CPM-ന്റെ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള നേതാക്കളും എല്ലാം ഉണ്ട്. ദീപ് കുര്യാക്കോസ് അടക്കമുള്ള നേതാക്കളുണ്ട്. चलो 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 सागर चलो आप चलो नहीं 1 मिनट रुकिए, उन पे ले लीजिए सब फोन खड़गे साहब को और राहुल गांधी जी को अरेस्ट किया गया। हम पीसफुल प्रोटेस्ट कर रहे थे। खड़गे साहब को और राहुल गांधी जी को अरेस्ट किया गया। हम पीसफुल प्रोटेस्ट कर रहे थे। इलेक्शन कमीशन से मिलने के लिए रेडी थे, लेकिन बैरिकेडिंग करके सबको अरेस्ट करके हिरासत में लिया गया। काम छोड़ो भाई, छोड़ो भाई। MP के आदमी आगे वाली भैया सर RML पास में ये यहाँ लगाएंगे, पहुंच जाएगी सर। കിരൺ, എത്രത്തോളം ഒരു രാജ്യത്തിൻ്റെ ഒന്നാകെ പ്രതിപക്ഷ പ്രതിഷേധം എന്ന നിലയ്ക്ക് ഈ ഒരു പരിപാടിയെ മാറ്റാൻ ഇന്ന് ഇന്ത്യ സഖ്യത്തിന്